ഹായ്, കണ്ണൂർ സ്പെഷ്യൽ കോഴിയട ഉണ്ടാക്കിയാലോ? ഇതൊരു സ്നാക്സാണ്, സ്വീറ്റാണ് മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ്. ഇതുണ്ടാക്കാൻ ഞാൻ എടുത്തത് 2 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്തു, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്തു കൈ കൊണ്ട് നന്നായി കുഴച്ചെടുത്തു. ഇത് നമുക്കൊരു സൈഡിൽ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തു. ശർക്കര പാനി ഉണ്ടാക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും വേണം, പിന്നെ 2 അല്ലി ഏലക്കായും വേണം. നമുക്ക് ശർക്കര പാനിയിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ കൊണ്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് കുഴച്ചെടുത്ത മാവ് നമുക്ക് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പത്തിരിൻ്റെ സൈസിലാണ്, പത്തിരിയല്ല പൂരിയുടെ സൈസിൽ, പൂരിനേക്കാളും കുറച്ചും കൂടി ചെറിയ സൈസ്. അങ്ങനെ ഒരു 4-5 എണ്ണം ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് നമുക്ക് ഈ പത്തിരി പോലത്തെ പരത്തിയെടുത്ത സാധനത്തിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മടക്കിയെടുക്കണം, ഒരു ഷേപ്പിലെടുക്കണം. ഈ കോഴിയട എന്ന പേര് വരാൻ കാരണം തന്നെ കോഴിയുടെ തലയിലുള്ള പൂ പോലെ മടക്കിയെടുക്കുന്നത് കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു കോഴിയട എന്ന പേര് വന്നത്. നമുക്ക് ആ ഷേപ്പിലൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. ഇതിൻ്റെ അച്ച് വാങ്ങാൻ കിട്ടും, അച്ച് കിട്ടാനുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേ ഷേപ്പിലാക്കി കിട്ടും. ഇത് ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മടക്കി ഫുൾ മടക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ഇതിൻ്റെ പേര് കോഴിയട എന്ന് പറഞ്ഞത്. ഇത് കണ്ണൂരിലെ എല്ലാ ഫങ്ഷനിലും മെയിൻ ഐറ്റമാണ്. മുമ്പെല്ലാം ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇതൊന്നായി അതുപോലെ മറ്റുള്ളവയും നമുക്ക് പരത്തിയെടുക്കാം. സെയിം ഷേപ്പിൽ തന്നെ ഒന്ന് ആക്കി വന്നിട്ടുണ്ട്. രണ്ടാമതുമായി അങ്ങനെ 4-5 എണ്ണം ഞാൻ ആ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരു ഭാഗം പൊരിഞ്ഞു വന്നാൽ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിൻ്റെ വെളിച്ചെണ്ണ പുറത്തായ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ 1-ാമത്തെ കോഴിയട റെഡിയായി. 2-ാമത്തെ കോഴിയടയും ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഒരു ഭാഗം വെന്ത് വന്നാൽ നമുക്ക് മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ കോഴിയടയും ഉണ്ടാക്കിയിട്ടുണ്ട്. 4 ഉണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൽ നമുക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ് ആഡ് ചെയ്യാം. രണ്ടും ചെറിയ വ്യത്യാസം, പഞ്ചസാരയുടെയും ശർക്കരയുടെയും വ്യത്യാസം ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കും ഈ കണ്ണൂർ സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.